ആ താലന്ത് കൊടുത്തപ്പോഴില്ലേ, യജമാനൻ വിദേശത്ത് പോയപ്പോൾ താലന്ത് കൊടുത്തില്ലേ? ഒരാൾക്ക് 5, ഒരാൾക്ക് 2, ഒരാൾക്ക് 1. അതെന്താ, എന്ത് ബേസ്മെൻറ്റിൽ അങ്ങനെ കൊടുത്തത്? അവരവരുടെ കഴിവനുസരിച്ചെന്ന്. പ്രൈസ് ദി ലോർഡ്. മത്തായി ശ്ലീഹ 25-ാം അധ്യായം 5-ാം വാക്യം എന്താണ്? അവൻ ഓരോരുത്തർക്കും അവരവരുടെ കഴിവനുസരിച്ച് ആണ് ഒരാൾക്ക് 5, ഒരാൾക്ക് 2, ഒരാൾക്ക് 1 കൊടുക്കണം. അപ്പം നമ്മുടെ മുമ്പിലുള്ള പദ്ധതി എന്താ? കഴിവ് കൂട്ടുക. കഴിവെന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിൻ്റെ കാരുണ്യം, കൃപ, ദൈവശക്തി. അതിനെന്ത് ചെയ്യണം? അതിനാണ് വിശ്വാസം നീതീകരിക്കപ്പെടണം. വിശ്വാസം നീതീകരിക്കപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? വിശ്വാസം നീതീകരിക്കപ്പെടുന്നത് വിശ്വാസത്തിൻ്റെ പ്രവൃത്തികളാലാണ്. അതിലാണ് കാരുണ്യപ്രവൃത്തിയും പ്രേക്ഷിത പ്രവർത്തനവും വരുന്നത്. ഉടമ്പടി പുതുക്കാൻ വരുന്നവരൊക്കെ എല്ലാം ചിന്തിച്ചിട്ട് വേണം. വെരി മാത്തമാറ്റിക്കൽ ആൻഡ് കാൽക്കുലേറ്റഡ് ലൈഫ്. ക്രിസ്ത്യൻ ലൈഫ് അങ്ങനെയാണ്. അത് ഇങ്ങനെ നമ്മളെ ഒക്കട്ടെന്ന് പറഞ്ഞുകൊണ്ടുള്ള പരിപാടിയല്ല. എല്ലാം പ്രിസൈസ് ആൻഡ് ഷാർപ്പാണ്. ഓരോ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോഴും നിനക്ക് ഈ ബോധമുണ്ടാകണം. ഈ വചനങ്ങൾ മറന്നു പോയെങ്കിൽ ഇന്ന് തന്നെ രാത്രി പോയി യൂട്യൂബ് നോക്കിയിട്ട് ഈ സാധനം പല കൂടി കേൾക്കണം. കേട്ടിട്ട് നിങ്ങളുടെ പ്രവർത്തനങ്ങളെ അങ്ങനെ നിങ്ങൾ കറക്റ്റ് ചെയ്യണം. എന്തിനാണ്? നമ്മുടെ കഴിവ് വർദ്ധിപ്പിക്കാൻ, ദൈവം നമ്മൾ കാണിക്കുന്ന കാരുണ്യം വർദ്ധിപ്പിക്കാൻ, നമ്മുടെ ശക്തി വർദ്ധിപ്പിക്കാൻ, നമ്മുടെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കാൻ. ശ്രുതികട ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. ഈ സുവിശേഷം അവസാനിക്കുമ്പോഴാണ് ഇതുപോലെയുള്ള അന്ത്യവചനങ്ങൾ പറയണത്. ഇപ്പം മത്തായി ശ്ലീഹായ്ക്ക് എത്ര അധ്യായമുണ്ട്? 28 അധ്യായങ്ങളുണ്ട്. 25 വെച്ചാണ് കഴിവിനെക്കുറിച്ച് പറയണത്. 25:15 നിന്നാണ് നമ്മളത് എടുത്തത്. ഒരാൾക്ക് അവരുടെ കഴിവനുസരിച്ച് ഒരാൾക്ക് 5, ഒരാൾക്ക് 2, ഒരാൾക്ക് 1 താലന്ത് കൊടുത്തത്. ആ 25:11 വിവേകമതികളായ കന്യകമാരെന്നാണ് കിടക്കുന്നത് അല്ലേ? 25:11 കന്യകമാർക്ക് എന്താ? മണവാളം വന്നു കഴിഞ്ഞിട്ട് എണ്ണ ബാക്കി. ആർക്ക് വേണ്ടി കത്തിക്കാരാ? മണവാളം വന്നു കഴിഞ്ഞിട്ടും ബുദ്ധിയുള്ള കന്യകമാരാരാ? മണവാളം വന്നു കഴിഞ്ഞിട്ടും എണ്ണ ബാക്കി. വെളുക്കുളോ കഥ കടച്ചു കഴിഞ്ഞാലും എണ്ണ ബാക്കി. ദൈവവേദനെ എൻ്റെയും നിന്നിലും ദൈവം ആഗ്രഹിക്കുന്നത് അതാണ്. മണവാളൻ എത്തിക്കഴിഞ്ഞാലും നിൻ്റെ കൃപയുടെ എണ്ണ ബാക്കിയായിരിക്കണം. കൈയിടിച്ച് കർത്താവ് ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രുതികട ഹല്ലേലൂയ, 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 യേശുവേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ശിരസ്സിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ ഈശോ ആവശ്യപ്പെടുന്നു. 2 കാര്യങ്ങളാണ് അതിൻ്റെ നിന്നുള്ളത്. ഒന്ന്, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ കൃപ ലഭിക്കാൻ വേണ്ടിയാണ്. രണ്ടാമത്തെ ശിരസ്സംബന്ധമായ രോഗങ്ങളാണ്.
ശിരസ്സിലെ മരവിപ്പ്, ശിരസ്സിലെ വെയിൻസ് ബ്ലോക്കായിരിക്കുന്നവർ, മാറാത്ത തലവേദനക്കാരൊക്കെ എല്ലാം നിങ്ങൾക്ക് സാക്ഷ്യം പറയാൻ കഴിയും. ശിരസിൽ കൈവെക്കുമ്പോൾ ചില രക്തസ്രാവക്കാർ രോഗികൾ കൂടി ശിരസിൽ കൈവെക്കാൻ ഈശോ പറയുന്നുണ്ട്. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്യണം. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. ഈശോ, സഭയിലുള്ള സാന്നിധ്യത്തെ പ്രകടമാക്കണമേ. ഈശോ, വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിന്റെ അടയാളത്തിൽ മാരകരോഗങ്ങൾ, തീരാവേദകൾ മാറിപ്പോകുമ്പോഴേ കർത്താവിനെ ശക്തമാകട്ടെ, കർത്താവിനെ കൃപ നിറയട്ടെ. അവർ നാമത്തെ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാണ് കഴിവ് നൽകി. അവർ നാമത്തെ വിശ്വസിക്കുന്നവർക്കെല്ലാം പരിശുദ്ധ നൽകി. കർത്താവ് ആണെന്നല്ല ആത്മാവിന് നൽകുന്നത്, ആണെന്നല്ല ആത്മാവിന് നൽകുന്ന കർത്താവ് ആത്മാവിനാൽ അഭിഷേകം ചെയ്യട്ടെ. ഹല്ലേലൂയ. രോഗമില്ല മാറിയിടട്ടെ, കഷ്ടമില്ല നീങ്ങിടട്ടെ. രോഗമില്ല മാറിയിടട്ടെ, കഷ്ടമില്ല നീങ്ങിടട്ടെ. തിരുമുറിവിന സുഖപ്പെടട്ടെ, തിരുമുറിവിന സുഖപ്പെടട്ടെ. പ്രൈസ് ദി ലോർഡ്. അക്ഷയം വന്നൊരു സാക്ഷ്യം വന്നില്ലേ അവസാനം? ഉടമ്പടി എടുത്തു, പക്ഷേ ബൈബിള് അത്ര കണ്ട് കാര്യമായിട്ട് വായിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ അദ്ദേഹം അത് വായിക്കാൻ തുടങ്ങിയപ്പോഴുണ്ട് അലർജിയെല്ലാം മാറി. 25 കൊല്ലമായുള്ള അലർജിയെല്ലാം മാറി. മക്കളൊരു തീരുമാനം എടുക്കണം. നിങ്ങൾ എപ്പോഴും വായിക്കേണ്ട വചനം ഏതാണെന്നറിയുക? നമ്മളിപ്പോൾ ഓരോ പ്രാർത്ഥനയ്ക്ക് എന്നാ വചനം തരുന്നുണ്ട് അത് വായിക്കണം. റൊട്ടീനായിട്ടുള്ള വായന സാധാരണ ഉള്ള രീതി അനുസരിച്ച് വചനം വായിക്കണം. പിന്നെ ഉടമ്പടിയെ ആക്ടിവേറ്റ് ചെയ്യിക്കുന്ന കുറേ വചനങ്ങളുണ്ട്. നമ്മുടെ ഉടമ്പടി ജീവിതത്തെ ഫലവത്താക്കുന്ന വചനഭാഗങ്ങളാണ്. അച്ഛനെ ഒരു 20-15 മണിക്കൂറിനുള്ളിലൊക്കെ കർത്താവ് തരുന്ന വചനങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് തരണം. ഞാൻ നിങ്ങളുടെ ആൾക്കാരിലേക്ക് വരുന്നതിന് മുമ്പ് ഇന്നലെ വൈകുന്നേരം മുതൽ വചനം വരാൻ തുടങ്ങും. അപ്പോൾ അതെല്ലാം ഞാൻ മനസ്സിൽ കുറിച്ചിട്ട് കർത്താവ് അതിൻ്റെ ലിങ്ക് തന്ന് കൂട്ടിച്ചേർക്കുമ്പോഴാണ് ഞാൻ നിങ്ങൾക്കത് പങ്കുവെച്ച് തരണത്. അപ്പോൾ ആ വചനങ്ങളൊക്കെ നിങ്ങൾ യൂട്യൂബ് കേട്ടിട്ട് വചനം എടുത്ത് നോക്കി അച്ഛൻ്റെ പുസ്തകത്തെ മുഴുവൻ വരെയും കുറിയുക. ഇതുപോലെ നിങ്ങളുടെ ബൈബിളും നിങ്ങളുടെ സ്വന്തം ബൈബിളുണ്ടാകണം. വീട്ടിലെ ബൈബിളായിട്ട് വരക്കുകയൊന്നും ചെയ്യരുത്. പ്രതിഷ്ഠാ ബൈബിളുണ്ട്, എല്ലാ വീടുകളിലും പ്രതിഷ്ഠ ബൈബിളുണ്ട്. അതിന്മേൽ തൊട്ടരുത്. അതിങ്ങനെ വളരെ ഭംഗിയായിട്ട് വെക്കണം. പ്ലാസ്റ്റിക് ഇട്ട് പൊതിഞ്ഞ് വായിക്കാൻ നേരത്ത് മാത്രമേ എടുക്കാവൂ. പ്രതിഷ്ഠാ ബൈബിള് വായിക്കാൻ നേരത്ത് മാത്രമേ എടുക്കാവൂ. നമ്മുടെ സ്വന്തം ബൈബിളുണ്ട്, ആ ബൈബിൾ ഇഷ്ടമുള്ളപ്പോൾ എടുക്കുക, വരയ്ക്കുകയും കുറിക്കുകയും സൈഡിലൊക്കെ എഴുതി വെക്കുക. ചില നിർണായകമായ നിമിഷത്തിൽ കർത്താവ് വചനത്തിലൂടെ സംസാരിക്കത്തില്ലേ. അപ്പോഴൊരിക്കൽ ഞാൻ ഇപ്പം തൈക്കാട്ട് ശരിയിലാണ് ഇരിക്കണത്. അപ്പോൾ തൈക്കാട്ട് ശരി ഇരിക്കണതിനെക്കുറിച്ച് ബിഷപ്പിനെ കാണുന്നതിന് മുമ്പ് എനിക്കൊരു ആശയം കർത്താവ് തന്നു. എങ്ങനെ തൈക്കാട്ട് ശരി പള്ളി ചോദിക്കാമെന്ന്. പക്ഷേ അത് ചോദിക്കുമ്പോൾ അതിൻ്റെ അകത്ത് മാനുഷിക അരൂപിയുണ്ടോ? അതെൻ്റെ ആഗ്രഹപ്രകാരം അതവിടെ ദ്രവിച്ച് ഉറഞ്ഞു കിടന്നുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്. പക്ഷെ അതിൻ്റെ അകത്ത് എൻ്റെ മാനുഷിക അരൂപിയുണ്ടോ, ദൈവഹിതമാണോന്നറിയാൻ വേണ്ടി ഞാൻ കുറേ നേരം കൊന്തയിലിട്ട് പിതാവിനോട് ചോദിക്കുന്ന മുമ്പ് ഞാൻ ബൈബിൾ ഓപ്പൺ ചെയ്ത്. അപ്പോഴേ ബൈബിൾ കിട്ടത് 10:40 എനിക്ക് കിട്ടിയത്. 10:40 യോഹന്നാൻ്റെ സുവിശേഷം. എന്താ കിടക്കണത്? കായലിൻ്റെ അക്കരെ, ജലാശയത്തിൻ്റെ ജോർദാൻ്റെ അക്കരെ അവൻ വീണ്ടും പോയി. അനേകം മക്കൾ അവിടെ വന്നെന്ന്. നിങ്ങളാരും വരരുത്. അന്നെന്ന് അച്ഛൻ കർത്താവ് ആ വചനത്തെ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ വളരെ അക്യൂട്ടായിട്ടുള്ള രോഗികളെ ഞാൻ അവിടെ എടുക്കുന്നുണ്ട്. വേറെ മാർഗമില്ലാത്ത രോഗികളില്ലേ, അവർ ഞാൻ എടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും. പക്ഷേ കർത്താവ് അത് പറഞ്ഞതാ. അപ്പോൾ എനിക്ക് മനസ്സിലായി, പരിശുദ്ധാത്മാവ് എനിക്ക് തോന്നിപ്പിച്ചതാണത്. കാര്യം കായലിൻ്റെ അക്കരെ രണ്ടാമതും പോയെന്ന് പറയണത് ഞാൻ പണ്ടവിടെ ഇരുന്നതാ. പണ്ടവിടെ കുർബാന ചെയ്തിട്ടുള്ളതാണ് 1.5 കൊല്ലം. അപ്പോൾ എൻ്റെ രണ്ടാമത്തെ പോക്കാണ്. കായൽ കിടക്കാതെ അവിടെ പോകാൻ പറ്റത്തില്ല.
നമ്മളെ വചനത്തിൻ്റെ ഒരു രീതി എന്ന് പറയണത്, നീ കർത്താവുമായിട്ടൊരു ഇൻറ്റിമസി ആയിക്കഴിഞ്ഞാൽ പിന്നെ കർത്താവ് ഈ വചനത്തിലൂടെ നിന്നോട് സംസാരിക്കും. എൻ്റെ പേര് അനീറ്റ ഫിലിപ്പ്. ഞാൻ വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ചുള്ളിക്കര എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ്. ഞാൻ ആദ്യമായി സാക്ഷ്യം പറഞ്ഞത് 2022 എനിക്ക് 2 ഇരട്ടക്കുഞ്ഞുങ്ങളാണ്. അതിലൊരാളായ ഇസബെല്ലയുടെ തലയിൽ തെങ്ങ് വീണ് അവൾ മരിച്ചു എന്ന് പറഞ്ഞ് വിധി എഴുതി ജീവനോടെ ഹോസ്പിറ്റലിൽ വെച്ച് മാതാവ് പ്രത്യക്ഷപ്പെട്ട് അവൾക്ക് പുനർജന്മം നൽകി. മാതാവ് ഞങ്ങൾക്ക് അവളെ നൽകിയ സാക്ഷ്യമാണ് ഞാൻ 2023 ഇവിടെ പറഞ്ഞത്. 2022 ഡിസംബർ 5-ാം തീയതിയാണ് ആക്സിഡൻറ്റ് സംഭവിക്കുന്നത്. 2022 ഡിസംബർ 7-ാം തീയതിയാണ് മാതാവ് ജീവനോടുകൂടി കണ്ണൂർ ആശ്രമിംസ് ഹോസ്പിറ്റൽ വെച്ച് അവൾക്ക് പ്രത്യക്ഷപ്പെട്ടത്. ആ സമയത്ത് ഞാൻ ഇറ്റലിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ എൻ്റെ വിസ പുതുക്കാൻ കൊടുത്തിട്ട് അവിടുന്ന് റിച്ചുകൂത്ത എന്ന് പറഞ്ഞൊരു റെസിപ്റ്റുമായിട്ടാണ് ഞങ്ങൾ നാട്ടിൽ വരുന്നത്. അപ്പോൾ ആ റെസിപ്റ്റിനാകെ 6 മാസത്തെ കാലാവധിയുള്ളൂ. ഒരു മരിച്ചടക്കനായിട്ടാണ് ഞങ്ങൾ നാട്ടിൽ വന്നത്. പക്ഷേ അതേ തുടർന്ന് കൊച്ചിന് ആക്സിഡൻ്റ് ഉണ്ടായി. തുടർന്ന് എനിക്ക് പോകാൻ പറ്റാതെ ഞാൻ 6 മാസത്തോളം നാട്ടിൽ നിന്നു. അന്നേരമാണ് ഇങ്ങനത്തെ ഈ റെസിപ്റ്റിൻ്റെ കാലാവധി ഓർത്തതും തിരിച്ചു പോയില്ലെങ്കിൽ എനിക്ക് പേപ്പർ നഷ്ടപ്പെടുമെന്നുള്ള ചിന്തയും വന്നത്. അങ്ങനെ ഞാൻ തനിച്ച് ഇറ്റലിക്ക് തിരിച്ചു പോവുകയാണ്. കൊച്ചി എയർപോർട്ടിലെത്തി കഴിഞ്ഞിട്ട് എൻ്റെ ആകെയുള്ളത് ഈ കാലാവധി കഴിഞ്ഞ റെസിപ്റ്റ് മാത്രം. പിന്നെയുള്ളത് എൻ്റെ കൊച്ചിൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് മാത്രമാണ്. പിന്നെ പാസ്പോർട്ട്. പിന്നെ വേറെ എൻ്റെ ഒരു ഡോക്യുമെൻറ്റും ഇല്ല. ഡേറ്റ് കഴിയാത്തതായിട്ടുള്ള ഒരു ഡോക്യുമെൻറ്റും എൻ്റെ കയ്യിലില്ല. അങ്ങനെ ഞാൻ കൊച്ചിൻ എയർപോർട്ടിലെത്തി ചെക്ക് ഇൻ തുടങ്ങി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഓഫീസർ എന്നോട് പറഞ്ഞു, നീ ഞങ്ങളെ കളിയാക്കാനായിട്ടാണോ നീ ഇങ്ങോട്ട് വന്നത്? കാരണം ഈ ഒരു റെസിപ്റ്റ് വെച്ച് നിനക്ക് പോകാൻ പറ്റത്തില്ല, ഇതിൻ്റെ കാലാവധി കഴിഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ സിറ്റുവേഷൻ ഇതാണ്, കൊച്ചിന് വേണ്ടിയിട്ട് വന്നതാണ്, എനിക്കതുകൊണ്ട് പോകാൻ പറ്റിയില്ല. പിന്നെ എൻ്റെ കയ്യിലുള്ളത് കൊച്ചിൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റാണ്. അപ്പോൾ അവർ എന്നോട് പറഞ്ഞു, ഇതൊന്നും ഞങ്ങളെ കാണിച്ചിട്ട് കാര്യമില്ല, നിനക്ക് പോകാൻ പറ്റത്തില്ല. അപ്പം എൻ്റെ കഴുത്തിൽ കൃപാസനത്തിലെ ഈ ഉടമ്പടി ലോക്കറ്റ് ഉണ്ടായിരുന്നു. ഞാനിത് പിടിച്ച് കൊച്ചി എയർപോർട്ടിൽ നിന്ന് ഞാൻ പ്രാർത്ഥിച്ചു, അമ്മേ മാതാവേ, സഞ്ചാര മാതാവേ, ഇസബെല്ലയെ തിരിച്ചു തന്ന അമ്മയ്ക്ക് എന്നെ ഇറ്റലിയിൽ എത്തിക്കാൻ പറ്റും, അപ്പോൾ കൂടത്തെ വരണമെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. അവരെ എന്താണെന്ന് അറിയത്തില്ല, എന്നോട് പറഞ്ഞു, ഓക്കെ നിന്നെ ഞങ്ങൾ ഇവിടുന്ന് കയറ്റി വിടാം, പക്ഷെ നീ ദുബായിൽ നിന്ന് തിരിച്ചു വരാൻ തയ്യാറായിട്ട് നീ പൊക്കോളാൻ പറഞ്ഞു. ഞാൻ ഒന്നും ഗവനിച്ചില്ല. ഞാൻ രണ്ടും കൽപ്പിച്ച് തന്നെ ദുബായിലോട്ട് പറഞ്ഞു. അവിടെ ചെന്ന് കഴിഞ്ഞ് ഒരു ദിവസം ഫ്ലൈറ്റ് ഡിലേ ആയിരുന്നു. പിറ്റേ ദിവസം ഞങ്ങൾ ചെക്കിങ്ങിന് കയറി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ദുബായിലെ ഓഫീസേഴ്സ് അല്ലേ, അവർ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവരെ കണ്ടപ്പോൾ തന്നെ എനിക്ക് പേടിയായി. അവർ നോക്കി, ഡോക്യുമെൻ്റ് ഒന്നും ഓക്കെയല്ല. അവരെന്നോട് പറഞ്ഞു റിട്ടേൺ ഇന്ത്യയിലോട്ട് പൊക്കോളാൻ പറഞ്ഞു. ആദ്യത്തെ ഓഫീസർ പറഞ്ഞു. രണ്ടാമത്തെ വേറൊരു ഓഫീസറിനോട് ആദ്യത്തെ ഓഫീസർ പറഞ്ഞു ഇത് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. രണ്ടാമത്തെ ഓഫീസറും പറഞ്ഞു നിനക്ക് റിട്ടേണേ പറ്റത്തുള്ളൂ, നീ തിരിച്ചു പൊക്കോളാൻ പറഞ്ഞു. പിന്നെ മൂന്നാമത്തെ ഒരു ഓഫീസർ വന്നു. അപ്പോൾ ആ ഓഫീസർ പറഞ്ഞു ഒരു നിമിഷം നീ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ ലോക്കറ്റ് പിടിച്ച് ഞാൻ ആ ദുബായ് എയർപോർട്ടിൽ നിന്ന് ഞാൻ കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ആ ഓഫീസർ എനിക്ക് നേരെ ഓപ്പോസിറ്റ് നടന്ന് എൻ്റെ ഈ റിജക്റ്റ് ചെയ്ത ഈ ഡോക്യുമെൻറ്റുമായിട്ടാണ് പോകുന്നത്. അപ്പം ഞാൻ ഒത്തിരി സാക്ഷ്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. എക്സാമിന് വരുന്നത് മാതാവായിരിക്കണം, അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ചെയ്യുന്നത് മാതാവായിരിക്കണം എന്നൊക്കെ ഞാൻ ഒത്തിരി കേട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിലോട്ട് വന്നു, മാതാവേ, ആ ഓഫീസർ ആരോടാണ് പോയി ചോദിക്കുന്നത്, അത് മാതാവായിരിക്കണം. എന്നിട്ട് എനിക്ക് ഇറ്റലിക്ക് തിരിച്ചു പോകാനുള്ള പെർമിഷൻ അമ്മ തരണമെന്ന് പറഞ്ഞു. പക്ഷേ ദേശത്ത് പോയ ഓഫീസർ തിരിച്ച് ഒരു പുഞ്ചിരിയോടുകൂടിയാണ് വന്നത്. ഞാൻ മാതാവിനെ മുറുക്ക് പിടിച്ച് പ്രാർത്ഥിച്ചു. അന്നേരം ആ ഓഫീസർ എന്നോട് പറഞ്ഞത്, നിന്നെ ഏത് പേപ്പറാണോ റിജക്റ്റ് ചെയ്തത് ആ പേപ്പറാണ് നിന്നെ സേഫാക്കിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ദുബായിൽ നിന്ന് ഇറ്റലിയിലോട്ട് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അടുത്ത ടെൻഷൻ, ഇനി ഇറ്റലിയിൽ ചെന്ന് കഴിയുമ്പോൾ എൻ്റെ വിസ ചോദിക്കുമോ. അപ്പം ഇറ്റലിയിലെ എല്ലാ ചെക്കിങ് എല്ലാം കഴിഞ്ഞത്തേനും അവർ എന്നോട് പാസ്പോർട്ട് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. പിന്നെ ഞാൻ ഇറ്റലിയിൽ ചെന്നു. അവിടെ ജോലിക്ക് 3-ാം ദിവസം തൊട്ട് കയറി. പിന്നെ 1.5 വർഷക്കാലം കണ്ടിന്യൂസ് ആയിട്ട് ജോലി ചെയ്തു. ഇത് എനിക്ക് മാതാവ് തന്ന വലിയൊരു അത്ഭുതമാണ്. കാര്യം ഇത് കേൾക്കുമ്പോൾ വലിയ അത്ഭുതമായിട്ട് തോന്നത്തില്ലെങ്കിലും വിസ ഇല്ലാതെ അല്ലെങ്കിൽ വിസയ്ക്ക് പകരം തരുന്നൊരു റെസിപ്റ്റ് അത് ഡേറ്റ് കഴിഞ്ഞിട്ട് ഒരു വ്യക്തിക്ക് വിദേശ രാജ്യത്തോട്ട് കയറാൻ പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ മാതാവ് എൻ്റെ ജീവിതത്തിൽ നൽകിയ അനുഗ്രഹത്തെ ഓർത്ത് ഞാൻ മാതാവിന് ഈ നിമിഷം കോടാനുകോടി നന്ദി പറയുന്നു. അതൊന്നാം സാക്ഷ്യം. രണ്ടാമത്തത്, ഞാൻ ഈ കഴിഞ്ഞ ജനുവരി 17-ാം തീയതി 1.5 വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഇറ്റലിയിൽ നിന്ന് നാട്ടിലോട്ട് വന്നു. അപ്പോൾ എനിക്ക് കൃപാസനത്തിൽ വരണം എന്നുള്ള ചിന്താഗതിയോട് കൂടിയാണ് ഞാൻ ഇറ്റലിയിൽ നിന്ന് വരുന്നത്. അപ്പോൾ 21-ാം തീയതി വൈകുന്നേരം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് ഞാൻ മെസ്സേജ് വിട്ടു, എടി ഞാനിങ്ങനെ കൃപാസനത്തിൽ പോകുകയെന്ന് പറഞ്ഞ്. അപ്പോൾ അവൾ എന്നെ വിളിച്ച് പറഞ്ഞു, എടി ഞങ്ങൾ നാട്ടിൽ വന്നപ്പോൾ
ബോഡി ചെക്കപ്പ് ചെയ്തു. അന്നേരം നമ്മുടെ അവിടെ ലെൻസിൽ ഒരു ഷാഡോ കണ്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്നാ വന്നാലും CT സ്കാൻ എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ പോയിട്ട് CT സ്കാൻ എടുത്തു. അപ്പോൾ അവിടെ തൊണ്ടയിലൊരു മുഴ കണ്ടു. അതേ തുടർന്ന് തന്നെ താഴോട്ട് ലെൻസിൻ്റെ അവിടെ ഒരു ഗ്രോത്ത് കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവർ തൊണ്ടയിലുള്ള ആ ഗ്രോത്ത് ബയോപ്സിക്കായിട്ട് വിട്ടു. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, നീ പേടിക്കണ്ട, ഞാൻ ഇവിടെ വന്നിട്ട് മാതാവിനോട് നിൻ്റെ കാര്യം പറഞ്ഞ് പ്രാർത്ഥിച്ചോളാം. അപ്പം ഞാൻ NRI ഉടമ്പടി എടുക്കാനും കൂടെ ആയിട്ടാണ് കഴിഞ്ഞ ജനുവരി മാസം ഞാനിവിടെ വന്നത്. അപ്പം ഞാൻ ഇവിടെ വന്ന് കരഞ്ഞ് ഞാൻ മാതാവിന് അവിടെ ഫോട്ടോ കാണിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. മാതാവേ, അവൾക്ക് കുടുംബമുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. എൻ്റെ ഇസബെല്ലായെ തിരിച്ചു തന്നതാണെങ്കിൽ അമ്മയ്ക്ക് അവിടെ എല്ലാ റിസൾട്ടും നെഗറ്റീവാക്കി തരാമെന്ന് പറഞ്ഞ് ഞാൻ മാതാവിൻ്റെ മുമ്പിൽ ഞാൻ കരഞ്ഞ് അവിടെ ഫോട്ടോ കാണിച്ച് പ്രാർത്ഥിച്ചു. അതോടൊപ്പം 6 നിയോഗങ്ങളിലൊന്ന് ഞാൻ എഴുതി, അമ്മേ മാതാവേ, അവിടെ റിസൾട്ട് നെഗറ്റീവാക്കി തരുവാണെങ്കിൽ ഞാൻ ഈ തിരുസന്നിധിയിൽ വന്ന് നെഗറ്റീവ് സർട്ടിഫിക്കറ്റുമായിട്ട് വന്ന് റിസൾട്ട് പറഞ്ഞോളാം എന്ന് ഞാൻ എൻ്റെ നിയോഗത്തിൽ എഴുതി. അന്ന് അവർ ആ ബയോപ്സിക്ക് വിട്ട അന്ന് അവരിവിടെ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അച്ഛനെ കാണാൻ പറ്റിയില്ല. അവർ വിശുദ്ധ കുർബാന കൂടിയിട്ട് അവർ തിരിച്ചു പോയി. പക്ഷേ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ പിറ്റേ ദിവസം അവളിവിടെ വന്നു. അവൾ വന്ന് ഉടമ്പടി എടുത്തു. ദൈവാനുഗ്രഹത്താൽ ജോസഫ് അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടി. അവർ തിരിച്ച് അവരുടെ വീട്ടിലോട്ട് കാറിൽ പോകുന്ന സമയത്ത് തന്നെ അവിടെ തൊണ്ടയിലെ ഗ്രോത്തിൻ്റെ ബയോപ്സി റിസൾട്ട് വന്നു, നെഗറ്റീവാണെന്ന് പറഞ്ഞു. അത് വല്ലാത്തൊരു അത്ഭുതമാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഓക്കെ, ഇത് തൈറോയിഡിൻ്റെ ഗ്രോത്താണ്, പക്ഷേ ലെൻസിലെ ക്യാൻസർ തന്നെ ആവാനാണ് ചാൻസ്. അതുകൊണ്ട് നിങ്ങൾ ടിക്കറ്റ് ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ അവരത് കൂട്ടാക്കിയില്ല. അവരും മാതാവിനെ വിശ്വസിച്ച് അവർ തിരിച്ചു പോയി, വിദേശത്തോട്ട് പോയി. അത് കഴിഞ്ഞപ്പം അവർ ഉടമ്പടി തൈലം അവിടെ ചെന്നതിന് ശേഷം അവർ ഉടമ്പടി തൈലം അപ്ലൈ ചെയ്ത് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പ്രതിഷ്ഠീകരണ പ്രാർത്ഥന, സായാഹ്ന പ്രാർത്ഥന, സാക്ഷ്യങ്ങൾ എല്ലാം എൻ്റെ ഫ്രണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞ് പെറ്റ് സ്കാനിന് വേണ്ടിയിട്ട് ലെൻസിൻ്റെ അത് പെറ്റ് സ്കാൻ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ പെറ്റ് സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും അത് ഇച്ചിരി വലിയ ഗ്രോത്ത് ആയിരുന്നു. അപ്പോൾ അതും നല്ല ടെൻഷനുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് മാതാവ് അതും നെഗറ്റീവാക്കി തന്നു. അന്നേരമാണ് ആ പെറ്റ് സ്കാൻ ചെയ്തപ്പോഴാണ് അറിഞ്ഞത് കഴുത്തിൻ്റെ പുറകിൽ ഒരു ചെറിയൊരു പോസിറ്റീവ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് MRIക്ക് വിടണം. അപ്പോൾ ഞാൻ അടുത്ത ആഴ്ചയിൽ ഞാൻ ഇറ്റലിക്ക് തിരിച്ചു പോകണം. അപ്പോൾ ഞാൻ മാതാവിനോട് അന്ന് പറഞ്ഞത് എനിക്ക് സാക്ഷ്യം പറയാൻ വരുമ്പോൾ എനിക്ക് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ആയിട്ട് വന്ന് ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ മിനിങ്ങാന്ന് അവളെ വിളിച്ച് പറഞ്ഞു, ഞാനിങ്ങനെ നാളെ ഞാൻ കൃപാസനത്തിലോട്ട് പോവുകയാണ്, അപ്പോൾ റിസൾട്ട് വന്നോ എന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു എടി വന്നിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ, ഇത് മൊത്തത്തിൽ ക്ലിയർ ആവാതെ എങ്ങനെ സാക്ഷ്യം പറയുന്നത്? അപ്പോൾ എൻ്റെ സാക്ഷ്യം പറയുന്ന കൂട്ടത്തിൽ അവിടെ സാക്ഷ്യം പറയണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ ഓക്കെ എന്നാൽ എൻ്റെ സാക്ഷ്യം പറയാം, അടുത്ത പ്രാവശ്യം അവിടെ സാക്ഷ്യം പറയാമെന്നുള്ള പ്രതീക്ഷയിൽ ഇവിടെ വന്ന് ഞാൻ ഇന്നലെ വൈകുന്നേരം അവിടുന്ന് കാസർഗോഡ് നിന്ന് വണ്ടി കയറി ഉടനെ തന്നെ ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ കോള് വന്നു, MRI റിസൾട്ട് വന്നു, അതും നെഗറ്റീവായി. മാതാവ് അനുഗ്രഹിച്ചതെന്ന് പറഞ്ഞത്. കാരണം ശരീരത്ത് ഇത്രയെല്ലാം ഗ്രോത്ത് നൽകിയിട്ട് ബയോപ്സി റിസൾട്ടിൽ 1% പോലും ക്യാൻസറിൻ്റെ സെല്ലില്ലാതെ നെഗറ്റീവാക്കി തന്ന് മാതാവ് ചെയ്ത അത്ഭുതം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അവൾ പറയുമ്പോഴും ഞാൻ കേട്ടപ്പോൾ സത്യം പറയാം എനിക്ക് ശരീരം തളർന്നു പോകുന്നൊരു ഫീലിംഗ് ആണ്. പക്ഷേ അവൾ എന്നോട് ഭയങ്കര ബോൾഡായിട്ട്, പക്ഷേ അവൾ ബോൾഡായിട്ട് പറയുന്നെങ്കിലും അവിടെ മനസ്സ് എന്തുമാത്രം വിഷമിക്കുന്നുണ്ടെന്ന് എനിക്കറിയായിരുന്നു. പക്ഷേ മാതാവിൻ്റെ ഇടപെടൽ മൂലം ഇത്രയും വലിയൊരു അനുഗ്രഹം തന്നതിന് മാതാവിനോട് കോടാനുകൂടി നന്ദി പറയുന്നു. അവർ തിരിച്ച് വിദേശത്താണ്, പക്ഷേ അവർക്ക് ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ പറ്റത്തില്ല. പക്ഷേ ഞാൻ മാതാവിനോട് നേർന്നിട്ടുണ്ടായിരുന്നു, അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർക്ക് റിസൾട്ടൊന്നും അവരുടെ കയ്യിലോട്ട് കിട്ടത്തില്ല. പക്ഷേ നാട്ടിൽ നിന്ന് ചെയ്തതിൻ്റെ റിസൾട്ടാണ്, നെഗറ്റീവ് സർട്ടിഫിക്കറ്റാണ്. ഞാൻ മാതാവിനോട് പറഞ്ഞ് വാക്ക് പാലിച്ചിട്ടുണ്ട്. അവൾ എന്ത് വന്നാലും ഇവിടെ വന്ന് മാതാവിനോട് നന്ദിയും സാക്ഷ്യം പറയുന്നതായിരിക്കും. അതുപോലെ തന്നെ കൊച്ചിന് ആക്സിഡൻറ്റ് പറ്റിയ വിവരം പറഞ്ഞല്ലോ, അതിനുശേഷം ഏതൊരു വ്യക്തി എന്നെ കണ്ടാലോ ഞാൻ കണ്ടാലോ ആദ്യം ചോദിക്കുന്നത് ഇസബല്ലയുടെ കാര്യം, അതേടുത്തുനിന്ന് കൃപാസന മാതാവിൻ്റെ കാര്യം മാത്രമാണ് ചോദിക്കുന്നത്. ഞാനിപ്പോൾ എൻ്റെ ജീവിതത്തിൽ കണ്ടുമുട്ടുന്ന ഒരു വ്യക്തിയോട് പോലും ഞാൻ കൃപാസന മാതാവിനെ കുറിച്ച് സംസാരിക്കാതായിട്ടില്ല. എല്ലാവരോടും ഞാൻ പറയും. അതുപോലെ തന്നെ എനിക്ക് ഇവിടെ വന്നിട്ട് 1-2 പേരെ ഇവിടെ കൊണ്ടുവരാൻ പറ്റി. അങ്ങനെ മാതാവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ കൊടാനുകൂടി നന്ദി പറയുന്നു. ആവേ മരിയ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഈ ഒരു ഉടമ്പടി ചെയ്തത് മൂലം എനിക്ക് പ്രാർത്ഥന നന്നായിട്ട് എത്തിക്കാൻ പറ്റുന്നുണ്ട്. സന്ധ്യാപ്രാർത്ഥന, വിശുദ്ധ കുർബാന, കുമ്പസാരം, അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനം, പറ്റുന്ന എല്ലാ രീതിയിലും ഞാൻ മറ്റുള്ളവരെ സഹായിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പറ്റുന്ന രീതിയിൽ സാമ്പത്തികമായിട്ട് സഹായിക്കുന്നുണ്ട്. പിന്നെ സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. ഒരു സാക്ഷ്യം പോലും ഞാൻ സ്കിപ്പ് ചെയ്യാറില്ല, എല്ലാ സാക്ഷ്യം ഞാൻ കേൾക്കാറുണ്ട്. അങ്ങനെ പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് ഞാൻ എൻ്റെ ജീവിതം മുമ്പോട്ട് നിൽക്കുന്നു. മാതാവിന് കോടാനുകൂടി നന്ദി. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം.
ആദ്യമായി അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യമായ ആൾത്താരയിൽ വന്നു നിന്ന് സാക്ഷ്യം പറയാൻ അവസരം നൽകിയതിന് അമ്മ മാതാവിനും യേശു അപ്പനും ആയിരം നന്ദി പറയുന്നു. എൻ്റെ പേര് വനജകുമാരി. ഇതെൻ്റെ ജീവിത പങ്കാളി കുമാരൻ, മകൻ ധീരജ് പി കുമാർ. ഞാൻ ഈ മകന് വേണ്ടിയാണ് ഉടമ്പടി എടുത്തത്. 2022 ജൂൺ 16 ആദ്യമായി ഉടമ്പടി എടുത്തത്. മകൻ +2 പരീക്ഷ മുതൽ അവൻ്റെ 10ാം ക്ലാസ് വളരെ നല്ല മാർക്കോട് കൂടി പാസ്സായി. അതിനുശേഷം +1 പരീക്ഷ മുതൽ അവൻ്റെ പഠന കാര്യങ്ങളിൽ അവന് താല്പര്യമില്ലാതായി. നന്നായി പഠിക്കണം, ഡോക്ടറാവണമെന്നൊക്കെ ആഗ്രഹിച്ച മകൻ പിന്നീട് അവന് ഇനി ഞാൻ പഠിക്കുന്നില്ല, പഠിച്ചിട്ടൊരു കാര്യമില്ല എന്നുള്ളൊരു നിരാശ പോലെയായിരുന്നു അവന്. ഞങ്ങൾക്ക് വല്ലാത്തൊരു പ്രയാസമായി. അങ്ങനെ വർഷങ്ങളായി ഞാൻ മാതാവിലും യേശുവിലും വിശ്വാസമുള്ള വ്യക്തിയായിരുന്നു. ഞങ്ങൾ ക്രൈസ്തവരാണ്. അപ്പോൾ എൻ്റെ വീട്ടിലൊരു പത്രം, കൃപാസനം പത്രം ഉള്ളതായിട്ട് ഓർമ്മ വന്നു. മുമ്പ് അത് വീട്ടിലുണ്ടായിരുന്നപ്പോഴും എനിക്ക് അതിനെക്കുറിച്ച്, പത്രത്തെക്കുറിച്ച് അത്രയും അങ്ങോട്ട് ഞാൻ അതൊന്നും വായിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ മകൻ്റെ പഠനത്തിലുള്ള താല്പര്യക്കുറവൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ വളരെ സങ്കടമായി. ആ പത്രത്തിലെ ഒരു ഹെഡിങ് ഉടമ്പടിയിലൂടെ ഉടൻ പരിഹാരം എന്നുള്ള ആ ഒരു വാക്ക് എൻ്റെ മനസ്സിൽ സ്ട്രെസ് ചെയ്തു. ഉടനെ ആ പത്രമൊക്കെ തപ്പി ഞാനതെടുത്ത് നമുക്കിവിടെ വന്ന് ഉടമ്പടി എടുക്കണമെന്നുള്ള ഒരു തോന്നലുണ്ടായി. ഇവിടെ വന്ന് ഞങ്ങൾ 2022 ഉടമ്പടി എടുത്ത് അന്ന് മുതൽ രാത്രി മുതൽ ഞങ്ങൾ പ്രാർത്ഥനകൾ 2 നേരം കൃത്യസമയത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ക്ലാസ്സുകൾ, മറ്റു കാര്യങ്ങൾ, മറ്റ് നിബന്ധനകളൊന്നും കൃത്യമായിട്ട് ചെയ്യാനായിട്ടുള്ള കഴിഞ്ഞിരുന്നില്ല. കൂടുതൽ അറിവുകളുണ്ടായിരുന്നില്ല. കാരണം വളരെ വൈകിയാണ് ഞാൻ ആ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്തത്. ഒന്നും എനിക്കത്ര ഇതുണ്ടായിരുന്നില്ല. അപ്പോൾ ഏകദേശം 1 വർഷത്തോളം പ്രാർത്ഥനകൾ കാര്യമായിട്ട് നടത്തിയെങ്കിലും ഞങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പോൾ എനിക്ക് തോന്നി നന്നായിട്ട് ഞാൻ കുറേയും കൂടി മാറേണ്ടതുണ്ട്, ഉടമ്പടി കാര്യങ്ങൾ കൂടുതൽ നിബന്ധനകൾ കൃത്യമായി പാലിക്കണമെന്നുള്ള അത് ഞാൻ പത്രമൊക്കെ നന്നായിട്ട് വായിച്ചിട്ട്, ആദ്യമൊക്കെ പത്രം കൊടുക്കാൻ മടിയായിരുന്നു, നാണക്കേടൊക്കെ ആയിരുന്നു. വീട്ടിൽ ഞാൻ ട്യൂഷനൊക്കെ എടുക്കുന്ന കുട്ടികളുടെ കയ്യിൽ കൊടുത്തു വിടും. വീട്ടിൽ ആരെങ്കിലും വരുമ്പോൾ അവരുടെ കയ്യിൽ കൊടുത്ത് അവസാനിപ്പിക്കലായിരുന്നു എൻ്റെ പതിവ്. പിന്നെ ഞാനത് പത്രം മുഴുവൻ വായിച്ച് പ്രാർത്ഥിച്ച ശേഷം ഏറ്റവും അർഹരായിട്ടുള്ള ആളുകൾക്ക് ഈ പത്രം എത്തിക്കാനായിട്ട് ശ്രമം തുടങ്ങി. ടൗണിലൊക്കെ പോയി ഓട്ടോറിക്ഷക്കാർക്കും മറ്റ് ഏറ്റവും ആവശ്യമുള്ള ആളുകൾക്ക് പത്രങ്ങൾ കൊടുക്കാനും മാതാവിനെക്കുറിച്ച് പറയാനും തുടങ്ങി. സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി. പിന്നെ അച്ഛൻ്റെ ധ്യാനമൊക്കെ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ അത് അന്ന് കാണാൻ പറ്റിയില്ലെങ്കിൽ മറ്റു ദിവസങ്ങളിലൊക്കെ കണ്ട് അപ്പോൾ കൂടുതൽ മാതാവിനെക്കുറിച്ച് അറിയാനും സാക്ഷ്യങ്ങളിലൂടെ ഒരുപാട് എൻ്റെ പോരായ്മകൾ എനിക്ക് മനസ്സിലാകാൻ തുടങ്ങി. ജീവിതത്തിൽ ക്ഷമിക്കാനും എൻ്റെ എല്ലാ നെഗറ്റീവ്സും മനസ്സിലായി. ഞങ്ങൾ അതനുസരിച്ച് ഞങ്ങളുടെ ജീവിതം ക്രമപ്പെടുത്താൻ തുടങ്ങി. അങ്ങനെ നല്ല മാറ്റങ്ങൾ പിന്നെ വന്നു തുടങ്ങി. മകൻ പിന്നെ പരീക്ഷ എഴുതണം എന്നുള്ള ഒരു തോന്നൽ അവനിലുണ്ടായി. 2 വർഷം 2020 പരീക്ഷ കഴിഞ്ഞിട്ട് പിന്നെ 2024 4 വർഷം കഴിഞ്ഞിട്ടാണ് അവന് പരീക്ഷ എഴുതാനുള്ള ഈ മാറ്റങ്ങൾ വന്ന ശേഷം എൻ്റെ നിബന്ധനകൾ കൃത്യമായി പാലിക്കാൻ തുടങ്ങിയപ്പോഴാണ് മകനിൽ ഒരു നല്ല മാറ്റം വന്നു തുടങ്ങിയത്. അങ്ങനെ അവൻ പരീക്ഷ എഴുതി. പരീക്ഷയ്ക്ക് പോകുമ്പോൾ അവൻ എന്നും മാതാവിനോട് പ്രാർത്ഥിച്ച് അവൻ എപ്പോഴും പറയും, അമ്മേ ഞാൻ പോകുകയാണ്, ഞാൻ പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഞാൻ തലയിൽ കൈവച്ച് നെറ്റിയിൽ തൈലം പുരട്ടി ഇങ്ങനെ കുരിശ് വരച്ച് പ്രാർത്ഥിക്കും. മാതാവിൻ്റെ ലോക്കറ്റ്, ചെറിയൊരു ലോക്കറ്റ് അച്ഛൻ തന്നിട്ടുണ്ടായിരുന്നു, അത് കൊടുത്തു വിടും. അങ്ങനെ അവൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് വേണ്ടി അത് ജസ്റ്റ് ഒന്നൊക്കെ പേജൊക്കെ ഒന്ന് മറച്ച് നോക്കി ട്ടുള്ളൊരു ഇതുള്ളൂ. അവൻ നന്നായിട്ടൊന്നും പഠിച്ചിട്ടൊന്നല്ല പോണത്, മാതാവിനോട് പ്രാർത്ഥിച്ച് അങ്ങനെ പോവുകയായിരുന്നു. അച്ഛൻ എപ്പോഴും പറയാറുള്ള നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, മാതാവിൻ്റെ കൃപയാലാണ്. അവൻ പരീക്ഷ എഴുതി
എല്ലാ പരീക്ഷകളും കൃത്യമായിട്ട് പങ്കെടുത്ത് പരീക്ഷ എഴുതി റിസൾട്ട് വരുന്ന ദിവസം എല്ലാവരുടെയും റിസൾട്ട് വന്നു. 2 ദിവസമായിട്ട് ഇവൻ്റെ റിസൾട്ട് നോക്കുമ്പോൾ കാണുന്നില്ല. അപ്പോൾ ഞാനത് തോറ്റിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ വിതൽഡായിരിക്കും എന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു ദിവസം സന്ധ്യാസമയത്ത് പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഹസ്ബൻഡ് മൊബൈലിൽ നോക്കി റിസൾട്ട് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ തന്നെ ഹസ്ബൻഡ് പറഞ്ഞു, ഇവൻ ജയിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ മാതാവിനെ വിളിച്ചത്, എൻ്റെ മാതാവേ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞിങ്ങനെ പ്രാർത്ഥിച്ചു. അപ്പോൾ പിറ്റേ ദിവസം തന്നെ ഞാൻ വന്ന് സാക്ഷ്യം പറയാം, എൻ്റെ മകനെ ജയിപ്പിച്ചാൽ ഞാനിവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ കഴിഞ്ഞ 25-ാം തീയതി ആയിരുന്നു ജനുവരി 2025 ജനുവരി. 2 ആഴ്ച കഴിഞ്ഞ് ഇവിടെ ഞാൻ തനിച്ച് വന്നപ്പോൾ മകനും കൂടെ വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇന്നലെ ഇതുപോലെ സന്ധ്യാസമയത്ത് പ്രാർത്ഥിക്കുമ്പോൾ മകൻ എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ ഞാൻ മകനോട് പറഞ്ഞു, മോനെ നമുക്കൊന്ന് കൃപാസനം വരെ പോയാലോ എന്ന് പറഞ്ഞു. അപ്പോൾ പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയില്ല, ശനിയാഴ്ചയൊക്കെ വരാമെന്നുള്ളൊരു തീരുമാനം. അങ്ങനെ അപ്പോൾ അവൻ അപ്പം തന്നെ അമ്മ നമുക്ക് നാളെ തന്നെ പോകാമെന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇന്ന് വരാൻ വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ചെയ്ത് വണ്ടിയൊക്കെ ഒരുക്കി രാവിലെ അവൻ നേരത്തെ ഉണർന്ന് ഞങ്ങളിവിടെ എത്തി. അതുപോലെ ഇവിടെ വന്ന് സാക്ഷ്യം പറയാനായിട്ട് അവൻ സമ്മതിച്ചു. വളരെയധികം നന്ദിയുണ്ട്. ഒരുപാട് അനുഗ്രഹങ്ങൾ അവൻ്റെ ജീവിതത്തിൽ തന്നെ. അവന് 2 പ്രാവശ്യം കാറ് ഓടിച്ച് വരുമ്പോൾ, അവൻ കാറ് നന്നായിട്ട് ഡ്രൈവ് ചെയ്യുന്ന ആളാണ്. കാറ് ഒരു പൂച്ച കുറുകെ ചാടിയിട്ട് കാറ് ഇങ്ങനെ വട്ടം കറങ്ങി ഒരു മതിലിൽ ചെന്നിടിച്ചു. പക്ഷെ അവന് യാതൊരു ആപത്തും ഉണ്ടായില്ല. അമ്മ മാതാവ് കാത്തു. അതുപോലെ അവൻ എക്സാം കഴിഞ്ഞിട്ട് കാർ ഓടിച്ച് വരുന്ന സമയത്ത് ഒരു ടേണിങ് തിരിയുന്ന സമയത്ത് കാർ ഇതുപോലെ മറഞ്ഞു കിടക്കുകയാണ്. ഇവനെ മറ്റുള്ളവർ വന്ന് എടുത്തു. യാതൊരു പവറിലും കൂടാതെ അമ്മ മാതാവ് കാത്തുരക്ഷിച്ചു. അതുപോലെ ഒരു സ്കൂട്ടർ ആക്സിഡൻറ്റ്, 2 സ്കൂട്ടർ വന്ന് ഇടിച്ചു. ഇവൻ്റെ മുന്നിൽ ഓടിച്ച പയ്യനും എതിരെ വന്ന ആൾക്കും അപകടങ്ങൾ സംഭവിച്ചു. ഇവനൊന്നും സംഭവിച്ചില്ല. ഇവന് വിശ്വാസം വർദ്ധിച്ചു. മാതാവിനോടുള്ള അതാണ് ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന ഞങ്ങൾ ഞങ്ങൾ ആദ്യമായിട്ട് ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ ഇവൻ്റെ കാര്യമാണ് എഴുതിയത്. ഞാൻ രണ്ടാമതും ഒക്ടോബർ 2023 ഉടമ്പടി പുതിയതായിട്ട് എടുത്തു. അതിൽ ഒന്നാമത് ഞാൻ വെച്ച നിയോഗം ഞങ്ങളുടെ ഈ തിരുക്കുടുംബം മരണം വരെ വിശ്വാസത്തിൽ ജീവിക്കാനും മാതാവിലുള്ള വിശ്വാസം പരിശുദ്ധാത്മാവ് നിറവിന് വേണ്ടിയായിരുന്നു. അത് ഞങ്ങൾക്ക് സാധിച്ചു തന്ന അതാണ് എനിക്ക് പറയാനുള്ള ഏറ്റവും വലിയ സാക്ഷ്യം. ഞങ്ങളെ വിശ്വാസത്തിൽ മരണം വരെ നിലനിർത്തി കൊണ്ടുപോകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മാതാവ് ഞങ്ങളുടെ കുടുംബത്തിന് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും 1000 നന്ദി അർപ്പിച്ചുകൊണ്ട്. എൻ്റെ പേര് ധീരജ്. ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു 3-4 കൊല്ലം വെറുതെ ഇരുന്നു. അപ്പോഴാണ് അമ്മ വന്നിട്ട് ഉടമ്പടി സ്വീകരിക്കാൻ പറയണേ. അത് സ്വീകരിച്ച് കഴിഞ്ഞിട്ട് ഒരു കൊല്ലത്തിനുള്ള എക്സാമൊക്കെ കഴിഞ്ഞ് ആകെ സെറ്റായിട്ടുണ്ട്. ലോക്കറ്റും കൊണ്ടുപോയി അങ്ങനെ എക്സാം എഴുതി ജയിച്ചു. മാതാവ് ജയിപ്പിച്ചു. മാതാവിന് നന്ദി.